സാറേ, ഈ IFFK കേരളത്തിൻ്റെ ഒരു അഭിമാനമായ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഈ വർഷം തുടക്കത്തിൽ തന്നെ ഉദ്ഘാടന ദിവസം തന്നെ ആകെ പതറിപ്പോയി, അലങ്കോലമായിപ്പോയി. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം 19 സിനിമകൾക്ക് കേന്ദ്രം അംഗീകാരം നൽകേണ്ടിയിരുന്ന, കേന്ദ്രത്തിൻ്റെ പരിശോധിച്ച് അംഗീകാരം നൽകേണ്ടിയിരുന്ന 19 സിനിമകൾ സമയത്തിന് സമർപ്പിക്കാത്തത് കൊണ്ടെന്ന് പറയുന്നു. എന്തായാലും ആവശ്യത്തിന് സമയം കിട്ടാത്തത് കൊണ്ട് ഉദ്ഘാടന സമയത്ത് അതിന് അനുമതി കിട്ടിയില്ല. അതുകൊണ്ട് അതിൽ ഒട്ടേറെ സിനിമകൾ നടത്താൻ പറ്റാതെ പോയി. അത് വലിയ കോലാഹലമായി. മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു. ഇത് ഫാസിസമാണ്, അവർക്ക് പിടിക്കാത്ത, എന്ന് വെച്ചാൽ സംഘപരിവാറിന് പിടിക്കാത്ത, കേന്ദ്ര ഗവൺമെൻറ്റിന് പറ്റാത്ത സിനിമകൾ നോക്കിയിട്ട് അവർ അതിൻ്റെ ബാഹ്യ പുറംചട്ട മാത്രം നോക്കിയിട്ട് നിരോധിച്ചതാണെന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായി. അത് വലിയൊരു കോലാഹലമായി നിൽക്കുന്നു. ആ സമയത്ത് തന്നെയാണ്, ഉദ്ഘാടന സമയത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു അപമാനകരമായ സിറ്റുവേഷൻ ഉണ്ടായത്. ആ ചലച്ചിത്ര മേളയിലേക്ക് മലയാള സിനിമകൾ സെലക്ട് ചെയ്യാനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ശ്രീ PT കുഞ്ഞുമുഹമ്മദ് നിർഭാഗ്യവശാൽ ഒരു സ്ത്രീപീഡന കേസിൽ അദ്ദേഹത്തിൻ്റെ നേരെ അറസ്റ്റ് വാറന്റ് ഉണ്ടാവുകയും മുൻകൂർ ജാമ്യം അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കാത്തിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതിനേക്കാളും വലിയൊരു സത്യത്തിൽ ഈ മേളയുടെ തിളക്കം കെടുത്തുന്ന ഒരു കാര്യം, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഇപ്പോഴും ചലച്ചിത്ര മേളയിൽ വന്നിട്ടില്ല. അദ്ദേഹം വിദേശത്ത് എവിടെയോ മറ്റെന്തോ പണിയിലാണ്, റസൂൽ പൂക്കുട്ടി. ഈ അർത്ഥത്തിലൊക്കെ ഇക്കൊല്ലത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള വല്ലാതെ മങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ സാർ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? അതെ, അതായത് ഈ മാർക്സിസ്റ്റുകളുടെ ഒരു രീതിയായത്, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആരാൻ്റെ മേൽ ചാർത്ത, കേന്ദ്രത്തിൻ്റെ തലയ്ക്ക് വയ്ക്കുക എന്നുള്ള പരിപാടി. ഇത് കുഞ്ഞു മുഹമ്മദിൻ്റെ പീഡനക്കേസ് വന്നപ്പോൾ ചലച്ചിത്ര അക്കാദമി, അതായത് മലയാളം സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള ജൂറിയുടെ അധ്യക്ഷൻ PT കുഞ്ഞു മുഹമ്മദായിരുന്നു. ഈ ചലച്ചിത്ര അക്കാദമിയെ ആ പീഡനം നേരിട്ട ചലച്ചിത്ര സംവിധായക അവരെ അറിയിച്ചിരുന്നു. പക്ഷെ ചലച്ചിത്ര അക്കാദമി വേണ്ട സമയത്ത് വേണ്ട നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം പോലീസ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ പരാതിപ്പെട്ടോ, എവിടെയെങ്കിലും അറിയിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക്, മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ട് പോലീസിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ 13 ദിവസം എടുത്തു എന്നാണ്. അപ്പൊ ഇതിൽ വലിയ കാലതാമസവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ട്. ചലച്ചിത്ര അക്കാദമി വളരെ വ്യക്തമാണ്, ആ പെണ്ണ് കേസിൽ പെട്ടുപോയി. ആ പെണ്ണ് കേസിൽ പോയത് കൊണ്ട് സമയത്തിന് മേളയുടെ ഈ ചിത്രങ്ങള് കേന്ദ്രത്തിന്, അതായത് INB വകുപ്പിനും ഇപ്പോ കുറെ നാളായിട്ട് വിദേശകാര്യ മന്ത്രാലയവും അറിഞ്ഞിരിക്കണത്. കാരണം പല വിദേശ പ്രതിനിധികളും വരുന്നവർ കുഴപ്പക്കാരാണോ എന്നൊക്കെ ഉള്ളത് നോക്കണമല്ലോ. കാരണം ഇത്തവണ തന്നെ ഈ ജൂറി ചെയർമാനായിട്ടുള്ള ആള് ഇറാനിൽ തടവിലാക്കപ്പെട്ട് ചാട്ടവാറടി കിട്ടിയ ഒരാളാണ് ഇപ്പൊ ജൂറി ചെയർമാൻ. അപ്പൊ അങ്ങനത്തെ ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ മറ്റേ രാജ്യമായിട്ട് തർക്കത്തിന് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇപ്പൊ വിദേശകാര്യ മന്ത്രാലയം കൂടി അറിഞ്ഞിട്ട് വേണം. അപ്പോൾ നമ്മളൊന്നുമല്ല, ഇത് CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ഈ മേള അലങ്കോലമാക്കിയത് ചലച്ചിത്ര അക്കാദമി തന്നെയാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു. ഒന്ന് ഡോക്ടർ ബിജു, 2022 ഈ മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ആയിരുന്ന ദീപിക സുശീലൻ, കമലും പറഞ്ഞു ഈ ചലച്ചിത്ര റസൂൽ പൂക്കുട്ടി ചെയർമാൻ ഇല്ലാത്ത ആദ്യത്തെ മേളയാണിത് എന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പൊ സാധാരണഗതിയിൽ ഈ ദീപിക സുശീലൻ തന്നെ പറയുന്നത് നവംബർ 1-ാം തീയതി എങ്കിലും ഇത് കേന്ദ്രത്തിന്റെ മുമ്പിൽ ഇത് കിട്ടിയിരിക്കേണ്ടിയിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. അനുമതി കിട്ടിയ ശേഷമേ ഇത് ഈ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. അനുമതി കിട്ടാതെ ഷെഡ്യൂൾ ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നമായത്. 19 സിനിമ എന്ന് പറഞ്ഞത് ഇപ്പൊ 4 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആകെ അലങ്കോലമായി ഇങ്ങനെ പതറിപ്പോയതിൻ്റെ ഉത്തരവാദിത്വം ചലച്ചിത്ര അക്കാദമിക്ക് തന്നെയാണ്. കുക്കു പരമേശ്വരനും അങ്ങനത്തെ സന്തോഷ് കീഴാറ്റൂർ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം ഒന്നാമത് ഈ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ പലതും കുഴപ്പത്തിലായപ്പോൾ റസൂൽ പൂക്കുട്ടിയോട് ഇടപെടാൻ പറഞ്ഞിട്ട് 49 സിനിമ അങ്ങനെയാണ് രക്ഷപ്പെട്ട് കിട്ടിയതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത്
അവരെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമവിധേയമായി തന്നെ നടക്കണം. സെൻസർ ചെയ്യാത്ത സിനിമകളാണല്ലോ മേളയിലൊക്കെ പലപ്പോഴും കാണിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കേരളം, ഗോവ, പുനെ, കൊൽക്കത്ത, ബാംഗ്ലൂരിലൊക്കെ ഉള്ള സിനിമകളൊക്കെ ഇങ്ങനെ കേന്ദ്രത്തിനെ കാണിച്ചിട്ട് തന്നെയാണ് അവർ ഷെഡ്യൂൾ ചെയ്യാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ കാര്യമല്ലെന്ന് അല്ല, എത്രയോ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം ഇത്തവണ ഉഴപ്പി ചലച്ചിത്ര അക്കാദമി. അനുമതി ഇല്ലാതെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇതിന് അനുമതി ഇല്ല എന്നും പറഞ്ഞിട്ട് പിണറായി വിജയനെയൊക്കെ ധരിപ്പിച്ച് സജി ചെറിയാൻ സിനിമയെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര്. അപ്പോൾ 1 മാസം മുമ്പ് കേന്ദ്രത്തിന് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് കേന്ദ്രത്തിന് ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട് സമയം വേണം. അത് കേന്ദ്രത്തിന് സമയം കൊടുത്തിട്ടില്ല. ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇത്തവണ ഈ മേളക്കില്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാര് നടത്തുന്ന ഒരു മേള ആയിട്ട് ഇത് മാറി. അപ്പോൾ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെയർമാനും മേളസ്ഥലത്തില്ല. കഴിഞ്ഞ 2022 ശേഷം ഇതിന് ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഉണ്ടായിട്ടില്ല. ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഉണ്ടായിരുന്നാൽ എന്താ ഗുണം? പെയിന്റിങ്ങുകളൊക്കെ നടക്കില്ലേ മേളകൾ, അതിൻ്റെയൊക്കെ ക്യൂറേറ്റർ പോലെയാ. ഇതിന്റെ പിന്നാലെ നടന്ന് ഏതൊക്കെ സിനിമ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടേ, ഇത് പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് ബലം പിടിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പലസ്തീനിൽ എവിടെ ഈ സിനിമ പിടിക്കുന്നത്? നല്ല കാര്യമായി. അപ്പോ ഈ സമാപന സമ്മേളനത്തിൽ ചെയർമാൻ വരും എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അത്രയും മതിയോ എന്നുള്ള പ്രശ്നം. കുക്കു പരമേശ്വരൻ പറഞ്ഞത് 47 സിനിമയ്ക്ക് ഈ അനുവാദം വാങ്ങിച്ചു തന്നത് റസൂൽ പൂക്കുട്ടിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ബാറ്റിൽഷിപ്പ് പൊട്ടംകിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഞാനതിപ്പോ കണ്ടിട്ടുള്ളതാണ്. എന്താ അതിന്റെ സ്ഥിതി? അതൊക്കെ ഇപ്പൊ പ്രദർശിപ്പിച്ചല്ലോ, അവസാനം 4 സിനിമയായിട്ടൊക്കെ ചുരുങ്ങി. അപ്പൊ 1925 നിശബ്ദ സിനിമയാണ്. ഇതിന്റെ അകത്ത് ബാറ്റിൽഷിപ്പ് പൊട്ടംകിനെ പറ്റി വിവരമില്ലാത്തവര് കേന്ദ്രത്തിൽ ഉണ്ടായതിന്റെ പ്രശ്നമൊന്നും അല്ല ഇത്. സമയത്തിന് കൊടുത്തിട്ടില്ല, അതാണ് കാര്യം. ഇത് അനുമതി കൊടുക്കാനായിട്ട് സിനിമ ഏതാണെന്നോ എന്താണെന്നോ. ഒന്നാമത് മാഷ, ഈ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എവിടുന്നാ വരുന്നത്? കേന്ദ്ര ആർക്കൈവ്സിൽ നിന്നാണ് വരുന്നത്. അതെല്ലാ മേളയിലും കാണിക്കുന്ന പടമാണത്. കാരണം അതൊരു പാഠപുസ്തകം ചലച്ചിത്ര. കാരണം അതിൻ്റെ അകത്ത് ഈ ഡയലക്റ്റിക്കൽ മൊണ്ടാഷ് വരുന്ന ആദ്യത്തെ പടമാണത് ലോക സിനിമാ ചരിത്രത്തില്. അതായത് ഈ ഒഡേസ പടവുകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന പടവുകളുണ്ട്. അപ്പൊ അതിൽ ചില ഷോട്ടുകൾ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മുകളിലേക്ക് പോകുന്ന ആളുടെ ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ എഡിറ്റ് ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. ഈ ഡയലക്റ്റിക്കൽ മൊണ്ടാഷ് ടെക്നിക്ക് ആദ്യം പ്രയോഗിച്ചത് ഈ ഐസൻസ്റ്റൈൻ്റെ ഇതിലാണ്. അപ്പൊ അങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ട്. അപ്പൊ കേന്ദ്ര ആർക്കൈവ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് പോയതാണ്. പിന്നെ ഈ മാർക്സിസ്റ്റുകളായതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക. ഇതിൻ്റെ അകത്ത് ബീഫ് എന്ന് പേരിട്ടതോ പൊട്ടംകിനായതോ ഇതൊന്നും അല്ല വിഷയം. സമയത്തിനും സമർപ്പിച്ചില്ല എന്നുള്ളതാണ്. ബീഫ് എന്ന് പറഞ്ഞ സിനിമ റാപ്പ് ഗായികയെ പറ്റിയിട്ടുള്ള പടമാണ്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത്. ആഫ്രിക്കയില് ഈ ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ ചൊറിയൽ എന്നുള്ള ഒരു അർത്ഥമാണ് അത്രയുള്ളത്, അല്ലാതെ ഇവിടുത്തതല്ല. പിന്നെ സൊളനേസിന്റെ ദ അവർ ഓഫ് ഫർണസ് എന്ന് പറഞ്ഞ പടം നേരത്തെ ഫെസ്റ്റിവലിൽ വന്നതാണത്. ബുക്തു, ബമാക്കോ ഇതൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാ. OTTയിലുള്ള ചില പടങ്ങള് ഇതിൻ്റെ അകത്ത് അങ്ങനെ 9 എണ്ണം. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, അത് ഹമാസിനെതിരെ 7 രാജ്യങ്ങൾ എടുത്ത പടമാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ സാധ്യതയില്ല. റിവർ സ്റ്റോൺ കൽക്കട്ട ഫെസ്റ്റിവലിൽ കാണിച്ച ലങ്കൻ പടമാണ്. 2012 ഇത് പറയുമ്പോഴാണ് 2012 നടക്കുന്ന ഫെസ്റ്റിവലിലെ ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്ന മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ പടം പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. അപ്പൊ കോൺഗ്രസ് ഭരണകാലത്ത് ചലച്ചിത്രമേളയിൽ IFFKയിൽ അത് കാണിച്ചിട്ടില്ല. പടം അത് കാണിച്ചിട്ടില്ല, മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഡിസംബർ 11 കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ നിശ്ചിത സമയത്ത് തന്നിട്ടില്ല എന്ന്. ഡിസംബർ 11 അക്കാദമി കൊടുത്ത കത്തിന് കേന്ദ്രത്തിന്റെ മറുപടി ഉണ്ട്. അപ്പോൾ 187 പടത്തിനാണ് അനുമതി നിഷേധിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 187 പടവും അനുമതിക്ക് സമർപ്പിച്ചത് വളരെ വൈകിയാണ്. അതിൻ്റെ അകത്ത് പിന്നെ കത്തയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 150 എണ്ണത്തിന് അനുവാദം കൊടുത്തു. മേള ആരംഭിച്ച 12-ാം തീയതി 18-ന് കൊടുത്തു.
പിന്നെയാണ് ഈ 19 എണ്ണം എന്ന് പറഞ്ഞ് ബാക്കി വരുന്നത്. ആ, അപ്പോഴാണ് ഇവര് ബഹളം ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് അനുവാദം കൊടുത്തു കഴിഞ്ഞു ഭൂരിപക്ഷം പടത്തിന്, അതെ അതെ. അത് പറയുന്നില്ല. അപ്പോ പിന്നെ 9 എണ്ണം കൂടി ബാക്കി വന്നു. ഇനിയിപ്പോ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 4 എണ്ണത്തിന് ഉണ്ടാവുള്ളൂ. കിട്ടേണ്ടതുള്ളൂ. അപ്പൊ വിദേശ ദ സീക്ക് എന്ന് പറഞ്ഞ ഇസ്രായേൽ പടത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിഥികള് വിദേശികള് എത്തുന്നത് ഇതൊക്കെ കേന്ദ്രത്തിനെ അറിയിക്കണമല്ലോ. ഇത്തവണ ജൂറിയുടെ അധ്യക്ഷൻ മുഹമ്മദ് റസുലോഫ്, അയാള് ഇറാനില് നിന്ന് പലായനം ചെയ്ത് പ്രവാസിയായി ജീവിക്കുന്ന ആളാണ്. 2024 മെയ്യില് അയാൾക്ക് 8 വർഷം തടവ് ശിക്ഷിച്ചിരുന്നു, ചാട്ടവാറടി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അയാള് സൂത്രത്തിൽ രക്ഷപ്പെട്ട് പലായനം ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഓ, അയാളാണ് ജൂറി. അപ്പൊ എവിടെയാ ഇപ്പോൾ ജീവിക്കണ ആള്? അയാൾ വേറെ എവിടെയോ പുറത്തെവിടെയാണ്? പുറത്താണ്. അപ്പോ 2024 തന്നെ അത് ഈക്വൽ കഴിഞ്ഞ കൊല്ലം. അപ്പൊ അങ്ങനത്തെ ഒരാളെ കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടുവരികയാണ്. അത് എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് ഉദ്ദേശിച്ച് തന്നെയൊക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളാണ്. ഇതിലൊക്കെ കേന്ദ്രത്തിന്റെ ജോലി ചെയ്യുമല്ലോ. അവിടെ ഈ ജോലി ചെയ്യാനായിട്ട് കുറെ പേരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ കേന്ദ്രത്തിന്റെ മുതുകത്ത് എല്ലാത്തിനും കയറേണ്ട കാര്യമൊന്നുമില്ല, അനാവശ്യമായിരുന്നു. സത്യത്തിൽ കുഞ്ഞു മുഹമ്മദിൽ പെട്ടുപോയി ചലച്ചിത്ര അക്കാദമി. അതുകൊണ്ട് സമയത്തിന് പടമൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല. കുഞ്ഞു മുഹമ്മദ് കാര്യത്തിൽ വ്യാപൃതരായി പോയി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതും ചലച്ചിത്രമേളയായി ബന്ധപ്പെട്ടിട്ട് ആദ്യമാണല്ലോ. അപ്പൊ അത് ഇങ്ങനെ പറ്റിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും. പക്ഷെ കേന്ദ്രത്തിന്റെ തലയ്ക്ക് വെക്കുക, ആരെങ്കിലും ഒരാളെ കുറ്റം ചാർത്തണ്ടേ അല്ലേ? അതാണ് ഏറ്റവും വലിയ മോശമായ ഒരു ട്രെൻഡ്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.